എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, ഈ പറയുന്ന 2 തെറ്റുകൾ നിന്റെ ഭർത്താവിനുണ്ടെങ്കിൽ നീ തിരുത്തി കൊടുക്കണം. നീ നിന്റെ ഭർത്താവിന്റെ കാലിൽ പിടിച്ച് കരഞ്ഞിട്ടോ പട്ടിണി കിടന്നിട്ടോ നീ പറയണേക്ക നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റ്, നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റ്. ഇല്ല, നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കൂടിയ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ആയുസ് കുറച്ചു കളയുന്ന 2 തെറ്റുകളുണ്ട്. ആ 2 തെറ്റിൽ ഒന്നാമത്തത്, ഹറാമായ സമ്പത്ത് ആരുടെ വീട്ടിലുണ്ടോ അള്ളാഹു അവന്റെ ആയുസ് വെട്ടിച്ചുരുക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ ഇങ്ങനെ പലിശ കച്ചവടം നടത്തി, കള്ള് കച്ചവടം നടത്തി, ലോട്ടറിയും എടുത്ത് എളുപ്പത്തിൽ പണക്കാരനാകാൻ നീ ഇങ്ങനെ ഇട്ടോട്ട് ഓടുമ്പോൾ നിനക്ക് തിന്നാനുള്ള യോഗം അള്ളാഹു തരൂല, നിനക്ക് സുഖിക്കാനുള്ള ആയുസ് അള്ളാഹു തരൂല. നിന്നെ നേരത്തെ അള്ളാഹു വിളിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തി അങ്ങ് കളഞ്ഞാ മതി. അള്ളാഹു നിനക്ക് നല്ല മരണം തരും. അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പണം നമുക്ക് എന്ത് നേടാനാ? ആരോ മരിച്ചു പോകുമ്പോ ആരെങ്കിലും, യൂസുഫ് അലി, ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ആളാ യൂസുഫ് അലി. യൂസുഫ് അലി മരിച്ച എന്തോ കൊണ്ടുപോകും, എന്തുമുണ്ടാ? യൂസുഫ് അലിയെ പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കുമ്പോ ഇന്ന് യൂസുഫ് അലി ഫ്ലൈറ്റിലേ പോകത്തുള്ളൂ, ബെൻസിലൊക്കെ പോകത്തുള്ളൂ. എന്നാ നല്ല കൂട്ടും ഷൂട്ടൊക്കെ ഇട്ട് നടക്കണ മനുഷ്യനാ. പക്ഷെ യൂസുഫ് അലി മരിച്ച 3 കഷ്ണം വെള്ളത്തുണി അതിലേ പൊതിയൂ, വേറെ ഒന്നും പൊതിയൂല, വേറെ ഒരു പ്രത്യേക പരിഗണനയുമില്ല. മയ്യത്ത് കട്ടില് അവിടെ മോഡലൊന്നും ഇല്ല, എല്ലാവർക്കും ഒരേ മോഡല് തന്നെ. ആ മനുഷ്യനെ കൊണ്ടുവച്ചിരിക്കുന്ന 6 അടി മണ്ണിനകത്ത് തന്നെ, വേറെങ്ങുമല്ല. അതേപോലെ തന്നെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ മരിച്ചാൽ ഇതേ അവസ്ഥ തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, മരണമെത്തിയെന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്നിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം പടച്ചവനെ. മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ? നിങ്ങളോടാ ചോദ്യം. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ വല്ല അടയാളം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഉണ്ടോ ഇല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഇതിലെ ഗർഭിണി പെണ്ണുങ്ങൾ പ്രസവിക്കാതിരിക്കണ പോലെ, കടപ്പുറത്ത് ഈ ബീച്ചിൽ ഇരിക്കണ പോലെ ഇരിക്കല്ലേ, ഇത് സ്വർഗം. എല്ലാവരും എഴുന്നേറ്റ്. നിങ്ങൾക്കെല്ലാവർക്കും പള്ളിക്കുഴിയിൽ പോകാൻ സമയമായോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് മരണം എടുത്തിട്ടുണ്ടോ? വേറെ ആരുടെ കാര്യമല്ല, നിനക്ക് പോകാൻ സമയം. നീ എല്ലാവർക്കും മരിക്കൂലേ? എല്ലാരും മരിക്കൂലേ? മരിക്കുമെന്ന് വിശ്വാസമുള്ളവർ കൈ പൊക്കിക്ക്. അനന്താ ഒരു അരക്കയ്യിൽ നിൽക്കുന്ന ഒന്ന് പൊക്കിക്ക് നല്ലതുപോലെ. മരിക്കൂലേ? പിന്നെന്താ നന്നാകാത്ത? എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കുമെന്ന്. പിന്നെ നന്നാകാത്തത് നിന്റെ ശൈത്താൻ ഇങ്ങനെ പറയടാ, തോണ്ടടാ, നടക്കുന്ന 90-80 വയസ്സുള്ളവരൊക്കെ നടക്കുന്ന നീ ചെറുപ്പക്കാരനല്ലേടാ, നിനക്ക് അസുഖമൊന്നുമില്ല, നീ ഇപ്പോഴെങ്ങും മരിക്കൂല. ഇതുകൊണ്ടാ. ആരാ പറഞ്ഞത് നീ ഇപ്പോഴെങ്ങും മരിക്കൂല എന്ന്? മരണത്തിന് 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മരണത്തിന്റെ അടയാളം കേൾക്കണോ? കേൾക്കാൻ താല്പര്യമുള്ളവർ കൈവയ്ക്ക്. പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും മലക്കുൽ മൗത്ത് നിന്നെ പൊക്കിയിരിക്കും. നിനക്കിനി പേടിയാണെന്ന് പറഞ്ഞിട്ട് മലക്കുൽ മൗത്ത് തിരിച്ചൊന്നും പോകില്ല. ഞാനൊരു 3 അടയാളം പറഞ്ഞു തരാം. ഈ അടയാളത്തിൽ ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്തോണം. ഈ സദസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് നീ അള്ളാഹിനോട് തൗബ ചെയ്തോണം, പൊട്ടിക്കരഞ്ഞോണം. വീടെത്തൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നല്ലതുപോലെ കേട്ടോ പെണ്ണുങ്ങളൊക്കെ, നിനക്ക് റിമോട്ട് മാറ്റിയിട്ട് നന്നാകാൻ സമയമായോ എന്ന്? നീ എല്ലാവരുടെ മയ്യത്ത് കാണുന്നു, നിനക്ക് കബറ് വെട്ടാൻ സമയം അടുത്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ 1ാമത്തെ അടയാളം. എന്റെ പ്രിയമുള്ളവരെ, നല്ലതുപോലെ ഒന്ന് നോക്കൂ. വീട്ടിലെങ്ങും പോണ്ട. ഇവിടെ നിന്ന് ചിന്തിക്ക്. ബയാദു ശഅരിക ബഅദ സവാദിഹി. നിന്റെ തലയിലെയും താടിയിലെയും കറുത്ത രോമമുണ്ടല്ലോ, നിന്റെ തലയിൽ ഇങ്ങനെ നീണ്ടിടക്കണ ഈ മുടിയുണ്ടല്ലോ, ഈ കറുത്ത മുടികൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ നിനക്ക് കുഴി വെട്ടാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. മരണത്തിന്റെ 1ാമത്തെ അടയാളം നല്ലതുപോലെ നോക്കിക്കോ. താടിയിലും തലയിലൊക്കെ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറെടുത്തോ, പൊരുത്തം ചോദിച്ചോ, കടം വീട്ടിക്കോ, ഒരുങ്ങിക്കോ, സമയം അടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാം ഏകദേശം തീരുമാനമായില്ലേ?
അപ്പൊ ഉസ്താദന്മാരൊക്കെ എല്ലാം വരച്ചിരിക്കുക. അപ്പൊ ഇവിടെ ഇരിക്കണവരൊക്കെ ഹത്തീബ് ഉസ്താദ് നിങ്ങളാ? ഹത്തീബ് ഉസ്താദിന്റെ ഒക്കെ എല്ലാം നരച്ചിരിക്കുക. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കും, അല്ലാതെ വേറെന്ത്? എല്ലാവരുടെ ആഗ്രഹം അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ മുടി നരച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കോ. നീ ക്ലീൻ ഷേവ് ചെയ്താലും പെയിന്റ് അടിച്ചാലും പിഴുതു കളഞ്ഞാലും അടയാളം തന്നെയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നരച്ച മുടി ഒരിക്കലും പിഴുതു കളയരുത്. നരച്ച മുടി ഒരിക്കലും പിഴുതു കളയരുത്. പിഴുതു കളയാതെ മുടി ഇങ്ങനെ കൊണ്ടു നടന്നാൽ നാളെ പരലോകത്ത് വരുമ്പോ ആ നര പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം മുടി നരയ്ക്കല. ഇനിയിപ്പോ നരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട്, അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? രോഗങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിത്യമായിട്ടുള്ള രോഗങ്ങൾ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും BP എല്ലാ രോഗ. ഇന്നിപ്പോ അസുഖമില്ല എന്ന് പറയുന്നത് ഒരു മാനക്കേടായി കാണുന്ന കാലമാണ്. ചോദിക്കട, നിനക്ക് പ്രഷറുണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഇല്ല? നിത്യമായിട്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മച്ചി നീ പെട്ടെന്ന് നന്നായിക്കോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ അടയാളം പഴയതുപോലെ ആരോഗ്യമൊന്നുമില്ല. ഓടാനും ചാടാനൊന്നും വയ്യ, നടുവേദന. കസേരയിലിരുന്നിട്ടാ നിസ്കാരം. എന്റെ പ്രിയമുള്ളവരെ, പഴയ ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു. നെഞ്ചു വിരിച്ച് നടന്നവനായി ഇന്നിപ്പോ കുനിഞ്ഞു തുടങ്ങി. ഇത് മരണത്തിന്റെ മൂന്നാമത്തെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നന്നാവാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇരിക്ക്, ആർക്കും നിൽക്കാൻ വയ്യ, പടച്ചനല്ലേ. മരണത്തിന്റെ അടയാളം പറയുമ്പോൾ നിന്ന് കേൾക്കാനുള്ള മനസ്സുപോലും ഇല്ല. നരേന്ദ്രമോദി പറഞ്ഞു 500 1000 മാറാം മണിക്കൂർ ബാങ്കിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ. മരിക്കാൻ കിടന്നവർ വരെ എഴുന്നേറ്റ് പോയി, ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതങ്ങനെ ചിലർക്ക് ദുനിയാവിന്റെ കാര്യം പറഞ്ഞാലേ മനസ്സിലാവൂ, ആഖിറം പറഞ്ഞാൽ മനസ്സിലാവില്ല. ചില ആൾക്കാർക്ക് ദുനിയാവ് പറഞ്ഞാലേ മനസ്സിലാവൂ. ഒരു കഥ കേൾക്കാൻ സമയം ഉണ്ടാവോ? ദുനിയാവിന്റെ പുറകിൽ പോകുന്നവന്റെ അവസ്ഥ എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഒന്ന് പറ മനുഷ്യന്മാരെ, നബിയുടെ പേരല്ലേ പറഞ്ഞ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. നമ്മളെ ഇനി വരാതിരിക്കല്ലേ ചങ്ങാതി. ചങ്ങനാശ്ശേരിയിലാണ് ഞാൻ ജോലിക്കണേ. അപ്പൊ ചങ്ങനാശ്ശേരിയിൽ കുറച്ചിപ്പുറത്ത് വരുമ്പോ ഒരു വലിയ ക്രിസ്ത്യാനികളുടെ പള്ളി പൊളിച്ചിട്ട് പണിയാ. എത്രയോ കോടി രൂപ, 5 കോടി രൂപ മുടക്കിയിട്ട് ഈ പള്ളി ഇങ്ങനെ കെട്ടുക. അപ്പൊ ഒരു ചെറിയ പയ്യൻ പറഞ്ഞു, എത്ര പണിതാൽ എന്താ ഉസ്താദെ, നമ്മുടെ കൈ വരാനുള്ളതല്ലേ, പണിയട്ടെ നല്ലവരെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവനിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല, ചെറിയ കുട്ടി. ഞാൻ ചോദിച്ചു, എന്തേ മോനെ, അതെങ്ങനാടാ ഈ പള്ളി നമ്മുടെ കൈ വരണേ? ഈസാ നബി വരുമ്പോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ വരത്തില്ലേ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓന്റെ ദീർഘവീക്ഷണം അതായിരുന്നു. ഇവരെത്രയൊക്കെ കെട്ടിപ്പൊക്കിയാലും ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുമ്പോ ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുമല്ലോ എന്ന്. അതാ നമ്മുടെ മക്കള്. ഇന്ന് വേറെ ചിന്തയാ നമ്മുടെ മക്കൾക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ഒരു യാത്ര പോയപ്പോ കൂടെ ഒരു മനുഷ്യൻ വന്നുകൂടി. ഒരു മനുഷ്യൻ കൂടെ വന്നിട്ട് പറഞ്ഞു, നബിയെ എന്നെ കൂടെ കൊണ്ടുപോ നബിയെ, ഞാനും വരുന്നു നബിയെ. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൂടിക്കോളാൻ. രണ്ടുപേരും കൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോ ഒരു ഗ്രാമത്തിലൂടെ കയറിയിട്ട് വേണം പോകാൻ. ഒരു ചെറിയ ഗ്രാമത്തിലൂടെ കയറിയിട്ട് വേണം പോകാൻ. അപ്പൊ ഈ രണ്ടുപേരും കൂടെ ആ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോ ജനങ്ങൾ മുഴുവനും ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന് മുസാഫഹത്ത് ചെയ്ത്. ഒരു പ്രവാചകനാണല്ലോ, എല്ലാവരും ബഹുമാനിച്ചു. എന്നിട്ട് ഇവർക്ക് യാത്രക്കാരാണല്ലോ, കഴിക്കാൻ വേണ്ടി ഒരു 3 ചപ്പാത്തി എടുത്ത് പൊതിഞ്ഞിട്ട് ഈ കൂടെ വന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വിരുദ്ധനാണെങ്കിൽ 3 ചപ്പാത്തിയിൽ നിന്ന് ഒരെണ്ണം നബി കാണാതെ എടുത്തങ്ങ് തിന്നു, ഒറ്റയ്ക്കിരുന്ന്. എന്നിട്ട് 2 ഇങ്ങനെ പൊതിഞ്ഞു. ഈസാ നബി വന്നു, യാത്ര ഇങ്ങനെ തുടങ്ങി. ഇങ്ങനെ നടന്നു പോകുമ്പോ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അവിടെ നിന്ന് എന്താ തന്നത്? ചപ്പാത്തി തന്നു നബിയെ. എത്ര എണ്ണം തന്നു? 2 തന്നുള്ളൂ നബിയെ. ഈസാ നബി ചോദിച്ചു, 3 തന്നില്ലേ? ഇല്ല നബിയെ, 2 തന്നുള്ളൂ. കള്ളം പറഞ്ഞു. നടന്ന് ഇതുപോലെ ഒരു സമുദ്രത്തിന്റെ മുന്നിലെത്തി. അക്കരയിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല. ഈ മനുഷ്യൻ ഈസാ നബിയോട് ചോദിച്ചു, ഇനി നമ്മൾ എങ്ങനെയാ നബിയെ പോകുന്നത്? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ എന്റെ കയ്യിൽ പിടിക്കാൻ. കയ്യിൽ പിടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അക്കരയിൽ പോയി. വെള്ളത്തിന്റെ മുകളിലൂടെ നമ്മൾ ഓടി നടക്കണ പോലെ നടന്ന് അക്കരയിലെത്തി. അക്കരയിലെത്തിയപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം പടച്ചവനെ, വെള്ളത്തിന്റെ മുകളിലൂടെ ഒക്കെ നടക്കാന്ന് വെച്ചാ എന്തൊരു അത്ഭുതമാ. ഇങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞപ്പോ ഈസാ നബി ചോദിച്ചു, എടാ അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 തന്നുള്ള നബി. അപ്പോഴും കള്ളം പറഞ്ഞു.
വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, എത്ര? 2 തന്നുള്ളൂ. ഈസാ നബി മിണ്ടിയില്ല. കുറച്ച് മുന്നോട്ട് നടന്നു. ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു നബിയെ. ഈസാ നബി അലൈഹി സ്വലാം ഈ മനുഷ്യനും കൂടെ ഒരു മാനിനെ പിടിച്ചു, അറുത്തു, ചുട്ടു, നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. കഴിച്ചിട്ട് എല്ലുകൾ മുഴുവനും പിറക്കി ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറഞ്ഞു തീരുമ്പോ ഈ മാൻ എഴുന്നേറ്റ് ഓടുക. ഈ മാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഓടുക. ഈ മനുഷ്യൻ അപ്പോഴും പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതം പടച്ചവനെ. ഈസാ നബി അവനോട് ചോദിച്ചു, അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 തന്നുള്ളു നബിയെ. നിങ്ങൾ ആലോചിക്ക. വീണ്ടും മുന്നോട്ട് നടന്നു. ഇതുപോലൊരു മരുഭൂമിയിലെത്തി. ഈസാ നബി അലൈഹിസ്സലാം മണ്ണ് വാരിയിട്ട് കൂട്ടാൻ പറഞ്ഞു. 3 കൂന കൂട്ടാൻ പറഞ്ഞു. മണ്ണിങ്ങനെ വാരി വാരി 3 കൂനയായി ഇങ്ങനെ കൂട്ടിവെച്ചു. ഈസാ നബി അതിന്റെ മുകളിൽ കൈവച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോ 3 സ്വർണ്ണക്കട്ടയായി മാറി. ഈസാ നബി പറഞ്ഞു, 1 എനിക്ക്, 1 നിനക്ക്. ഈ മനുഷ്യൻ ചോദിച്ചു, നമ്മൾ 2 പേരല്ലേ ഉള്ളു നബിയെ, ഈ 3ാമത്തത് ആർക്കുള്ളതാ? നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, ഈ 3ാമത്തെ സ്വർണ്ണക്കട്ട ആർക്കുള്ളതാ? ഈസാ നബി പറഞ്ഞു, അവിടെ നിന്ന് തന്ന 3 ചപ്പാത്തിയിൽ 1 എടുത്തവനുള്ളതാ. ഈ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി സത്യം ഞാനാ എടുത്തത് നബിയെ. നിങ്ങൾ ആലോചിച്ച്, ഈ ദുനിയാവ് കാണിച്ചു കൊടുത്തപ്പോ അവൻ പറഞ്ഞു. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു കാണിച്ചു. ജീവനില്ലാത്തൊരു വസ്തുവിന് ജീവൻ കൊടുത്തു കാണിച്ചു. തിരിഞ്ഞൂല, അങ്ങനെ തിരിഞ്ഞില്ല. പക്ഷെ പണം കാണിച്ചപ്പോ ചാടി വീണു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചരിത്രം പരിപൂർണമായി പറയാം. ഈസാ നബി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, 3 നീ എടുത്തു. ഈ 3 സ്വർണ്ണക്കട്ടയും നീ എടുത്തോ. ഈ മനുഷ്യൻ ആർത്തിയോടുകൂടി ഇങ്ങനെ വാരുക. അപ്പൊ നോക്കുമ്പോ 3 ചെറുപ്പക്കാര് കുതിരയുടെ മുകളിൽ വരിക. 3 പേര് വരിക. മരുഭൂമിയ, പിന്നെ പറയേണ്ടതുണ്ടോ? അന്നത്തെ കാലഘട്ടമല്ലേ. 3 പേര് വരുമ്പോ ഒറ്റയ്ക്കൊരുത്തൻ സ്വർണ്ണക്കട്ടയായിട്ടിരിക്കുക. വെച്ചേക്കുവോ? 3 പേരും കൂടെ അവനെ തല്ലിക്കൊന്നു. 3 പേരും കൂടെ അവനെ തല്ലിക്കൊന്നു. എന്നിട്ട് സ്വർണ്ണങ്ങൾ വാരി വാരി നിറയ്ക്ക. സ്വർണ്ണക്കട്ടകൾ വാരി നിറച്ചു. ആ സമയത്ത് ഒരാള് പറഞ്ഞു, നല്ല ക്ഷീണമുണ്ട്, ഒരാള് പോയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വാ, ഞങ്ങൾ 2 പേരും ഇവിടെ ഇരിക്കാം, കഴിച്ചിട്ട് നമുക്ക് 3 പേർക്കും ഒരുമിച്ച് പിരിയാം. അങ്ങനെ ഈ 3 പേരിൽ ഒരു മനുഷ്യൻ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയപ്പോ ഈ കാവലിരുന്ന 2 ചെറുപ്പക്കാരിൽ ഒരുത്തൻ പറഞ്ഞു, അളിയ, ഇവൻ ഭക്ഷണവുമായിട്ട് തിരിച്ചു വരുമ്പോ ഇവനെ അങ്ങ് കൊന്നുകളഞ്ഞ അവൻ്റെത് നമുക്ക് 2 പേർക്കും പകുതി പകുതി എടുക്കാലോ, എന്തിനാ വെറുതെ കൊടുക്കണേ? ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വരുന്ന സമയത്ത് ഇവനെ കൊന്ന അവൻ്റെത് നമുക്കെടുക്കാം, ഇതിന് അവന് വെറുതെ കൊടുക്കണേ? അങ്ങനെ ഇവർ 2 പേരും കൂടെ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. എന്നാൽ ഭക്ഷണം വാങ്ങാൻ പോയ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാഹുവേ, ഭക്ഷണത്തിനകത്ത് ഇത്തിരി വിഷം കലർത്തി കൊടുത്ത ഇവന്മാര് 2 പേരും തിന്നിട്ടങ്ങ് ചാകുമല്ലോ, 3 എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാമല്ലോ പടച്ചവനെ. അവൻ സാധുവായിരുന്നു, അവൻ അങ്ങനെ ചിന്തിച്ചേ. അല്ലാഹുവേ, ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തി കൊടുത്ത ഇവന്മാര് നിന്നിട്ടങ്ങ് ചാകും, ഒറ്റയ്ക്ക് എടുക്കാമല്ലോ. ചരിത്രം പറയുന്നു, ഈ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ ഇവന്മാര് 2 പേരും കൂടെ അവനെ കൊന്നു. അവൻ കൊണ്ടുവന്ന ഭക്ഷണം എടുത്ത് തന്നെ ഇവന്മാരും ചത്തു. എന്റെ പ്രിയമുള്ളവരെ, ഈസാ നബി അലൈഹിസ്സലാം അടങ്ങി വന്നപ്പോ പറഞ്ഞു, വരുമ്പോ 3 സ്വർണത്തിന്റെ കെട്ടുകളുമുണ്ട്, 4 മയ്യത്തും കിടക്കുന്നുണ്ട്. ദുനിയാവിന്റെ പുറകെ പോകുന്നവന്റെ അവസ്ഥ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ 3 അടയാളം നിങ്ങളിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുന്നത് വരെ കാത്തിരിക്കണ്ട, എന്ന് തന്നെ തൗബ ചെയ്തോ, ചിലപ്പം വെളുപ്പിക്കൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ഈ 3 അടയാളവും വന്നില്ല എന്ന് പറഞ്ഞ് ആരും ചിരിക്കണ്ട. സിറാജ് ഉസ്താദെ, എന്റെ ഒരു മുടിയും നരച്ചില്ല ഉസ്താദെ, എനിക്കൊരു അസുഖവുമില്ല, ഒരു വേദനയുമില്ല, എന്റെ ഗ്ലാമറിന് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്ന് വിചാരിച്ച് നീ ചിരിക്കണ്ട. ഈ 3 അടയാളം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ദാനിയ. ഇത് 3ഉം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിന്നെ പോലെ പലരും രാവിലെ എഴുന്നേറ്റ് പോയതാ, വെട്ടിക്കീറിക്കൊണ്ടുവന്ന് കബറടക്കിയിട്ടുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമ്പോ അത് പറയാൻ നിന്റെ നാവ് പൊങ്ങണോ മോനെ. പണത്തിനോടുള്ള ആർത്തി കളയടാ, നിനക്ക് അല്ലാഹു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2 നിർത്താറായോ? നിർത്താറായോ? നിങ്ങൾക്ക് ബോറടിച്ച അപ്പൊ പറയണം. ഞാനിങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയത്ത് പോലും ഇമാമ് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ
നമസ്കരിക്കുന്ന സമയത്ത് ഉസ്താദ് ചെറിയ സൂറത്ത് ഓതിയിട്ട് നമസ്കരിക്കാവൂ. കാരണം എന്തേ? ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, അത്യാവശ്യക്കാരുണ്ട്. അവരൊക്കെ വയ്യാത്തവരാ. ഉസ്താദ് സൂറത്തിൽ ബക്കറ ഓതിയാ പുറകെ നിൽക്കണവര് ബുദ്ധിമുട്ടിപ്പോകും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ സമയത്ത് പോലും ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ വഅദ് പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? ഒരെണ്ണം കൂടെ പറയാം, അതും കൂടെ കേട്ടിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. കേൾക്കാൻ താല്പര്യമുള്ളവരുന്ന് കൈവക്കിക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടാ. ഒന്നും വേണ്ട, ബക്കറ്റിനകത്ത് എന്തെങ്കിലും ഇട്ടാ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം ഒരു മനുഷ്യൻ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ്, ഇപ്പൊ ഞാൻ വഅദ് പറയാ, ഞാൻ ഈ സദസ്സിൽ നിന്നുകൊണ്ട് പെട്ടെന്നങ്ങ് വീണു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മരിച്ചു. എന്നെ ഖബറിൽ കൊണ്ടുവച്ച ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത രണ്ടാമത്തെ സ്ഥലം അത് 6 അടി മണ്ണിനകത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ടുപോയി കുളിപ്പിച്ച് പുതുവസ്ത്രമെല്ലാം ധരിച്ച് സുഗന്ധമെല്ലാം തേച്ചു എല്ലാവരും കൊണ്ടുപോയി ഇറക്കി വെക്കുന്ന ഒരു വീടുണ്ടല്ലോ, ഖബർ എന്ന് പറയുന്ന ഭവനമുണ്ടല്ലോ. അല്ലാഹുവേ, അതിന്റെ അദാബിൽ നിന്ന്, അതിന്റെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ആരെങ്കിലും അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയി. ഈ പ്രപഞ്ചം കരഞ്ഞ ദിവസമാ. അല്ലാഹുവേ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തള്ളവരള കുത്തികെട്ടാ നടന്നു പോയത്. പ്രവാചകനോട് ചോദിച്ചു, നബിയേ, എന്തിനാണ് തള്ളവരള കുത്തികെട്ട് നടക്കുന്നത്? യാ സ്വഹാബ, 70,000 മലക്കുകൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. സഹാബ, 70,000 മലക്കുകൾ നിസ്കാരത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരോ, നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരിയിടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു പോയി, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, പറ സ്വഹാബ, സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് വിളിച്ചു പറയുമ്പോ സഹാബത്ത് ചോദിച്ചു, നബിയേ, പറയാനുള്ള കാരണം എന്താ നബിയേ? പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സഹാബ, മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഖബർ ഞെരുക്കിയ സഹാബ. ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് പ്രവാചകൻ പോലും പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, 6 അടി മണ്ണിനകത്തേക്ക് ഒരു ദിവസം നീ പോകേണ്ടവരാ. നാളെ ദുഹറിന്റെ സമയത്ത് ചിലപ്പോ നിന്നെയായിരിക്കും കൊണ്ടുപോയി ഖബറടക്കുന്നത്. ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട വീടാണല്ലോ. എന്തേ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? അല്ലാഹുവേ, പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബ, 6 അടി മണ്ണിനകത്തൊരു മനുഷ്യനെ കൊണ്ടുവെക്കുമ്പോ അതിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, വാപ്പാ പോകണമല്ലോ, ഉമ്മ പോകണമല്ലോ, ചെറുപ്പക്കാരാ പോകണമല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. മോനെ, എപ്പോഴാടാ വരുന്നതെന്നറിയില്ലല്ലോ. പടച്ചവരെ, കൊല്ലം ജില്ലയില് സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് കയറി വന്ന പ്രിയപ്പെട്ട പൊന്നുമോർ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിൽ
വീട്ടിലേക്ക് കൂട്ടുകാരുടെ കൂടെ നടന്നു വന്ന ചെറുപ്പക്കാർ തന്റെ വീടിനകത്തേക്ക് കയറുമ്പോ തന്റെ പ്രിയപ്പെട്ട അമ്മയല്ലേ അവന്റെ കഴുത്തിലെ ഷാള് വെച്ച് മുറുക്കിയിട്ട് കൊന്നുകളഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിൽ അല്ലാഹുവേ 8 കൊല്ലം കാത്തിരുന്നിട്ട് തനിക്കൊരു പൊന്നുമോളെ കിട്ടുകയാ. വിവാഹം കഴിഞ്ഞ് 8 വർഷം ദുആ ചെയ്തുകൊണ്ട് നടന്ന ഭാര്യയും ഭർത്താവ് അവസാനം അല്ലാഹു ഒരു പൊന്നുമോളെ കൊടുത്തു. അവസാനം എന്റെ പ്രിയമുള്ളവരെ, തനിക്കൊരു പൊന്നുമോളെ കിട്ടിയപ്പോ ആ മോളെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹു തന്ന പൊന്നുമോൾ, അല്ലാഹു തന്ന സമ്മാനമാണല്ലോ. തന്റെ പൊന്നാര മകളുടെ ചെവിയിൽ ഇങ്ങനെ ബാങ്ക് വിളിച്ചു ഹയ്യ അലസ്സലാ. അവിടെ ഇങ്ങനെ എത്തിയപ്പോ ശരീരം വല്ലാതെ തളരുകയോ, വല്ലാതെ ശരീരം വിയർക്കുന്നുണ്ട്. തന്റെ കയ്യിലിരുന്ന ചോരക്കുഞ്ഞിന് അടുത്ത ആളിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് കസേരയിലൊന്ന് ചാരിയിരുന്ന് ചെറുപ്പക്കാരാ, 6 അടി മണ്ണിനകത്താടാ പൊന്നുമോനെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തങ്ങളെ ഖബർ കണ്ടിട്ടില്ലല്ലോ, ഖബർ കണ്ടിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പള്ളിക്കാട്ടിലൊരു പച്ച മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് ഖബറടക്കുമ്പോ നീ കാണുന്നതല്ലടാ ഖബർ, അതല്ലടാ ഖബർ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത് മാ അകില അകിലാ വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദ്രീ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചെങ്ങാണ് അറിയുമായിരുന്നെങ്കിൽ എന്റെ പൊന്നുമോനെ, കഴിക്കാൻ ഭക്ഷണമെടുത്തു, കുടിക്കാൻ വെള്ളമെടുത്തു, നെഞ്ചത്തടിച്ച് വിളിച്ചുകൂടി കരഞ്ഞിട്ടല്ലാതെ നിനക്ക് കഴിക്കാൻ കഴിയില്ല മോരേ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒരു മനുഷ്യന്റെ മയ്യത്ത് നിന്നെ പോലെ ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ടുകൊണ്ട് കഴിഞ്ഞു പോയാ ഓരോ മനുഷ്യന്മാരുടെ മയ്യത്ത് കൊണ്ട് ഖബറിലിറക്കി വെച്ചിട്ട് അവിടെ നിന്ന് രാഷ്ട്രീയം പറയുന്നവരുണ്ട്, അവിടെ നിന്ന് തമാശ പറയുന്നവരുണ്ട്, അവിടെ നിന്നുകൊണ്ട് പച്ചയിറച്ചി തിന്നുന്നവരുണ്ട്, അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ചിരിക്കല്ലേ. ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല. ആരെങ്കിലും 6 സ്ഥലങ്ങളിൽ തന്റെ പല്ല് വെളിയിൽ കാണുന്ന രീതിയിൽ ചിരിച്ചാ പരലോകത്ത് വരുമ്പോ നിന്റെ തല പട്ടിയുടെ തല പോലെ ഇരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ 6 അടി മണ്ണിനകത്ത് രക്ഷപ്പെടണോ, 6 അടി മണ്ണിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ നിന്റെ 6 അടി മണ്ണ് നിനക്ക് 6 അടി മണ്ണില് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ